നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയായിരുന്നു. അശ്വതി മുതൽ വിശാഖം വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലത്തെ പറഞ്ഞു. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോ ആണ്. ഇപ്പോൾ നമുക്ക് അനിഴം നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1201 സമ്പൂർണ്ണ പുതുവർഷ ഫലത്തെ പരിശോധിക്കാം. ആദ്യം നമുക്ക് അനിഴ നക്ഷത്രക്കാരുടെ പൊതുഫലം ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ശ്ലോകത്തെ അടിസ്ഥാനമാക്കി ഒന്ന് പ്രതിപാദിക്കാം. ക്ഷുതൃഷ്ണ ആർത്തോ രോഗി ദയാപരോ ധർമ്മ സംസ്കൃത സുഭഗ അടനോ വിദേശവാസി മൈത്രഷേ ജായതേ ഹാഠ്യ. അതായത് അനിഴ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ അധികമായിട്ടുള്ള വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കും. കൂടാതെ രോഗിയായും ഭൂതദയുള്ളവരായും ധർമ്മിഷ്ഠത്വവും സുഭഗത്വവും സഞ്ചാരശീലവും ഉള്ളവരായും ഭവിക്കുമെന്നാണ്. കൂടാതെ അന്യദേശവാസിയായിട്ടും ആഢ്യത്വമുള്ളവരായിട്ടും ഭവിക്കുമെന്നാണ്. ഇനി നമുക്ക് അനിഴ നക്ഷത്രക്കാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. അനിഴ നക്ഷത്രത്തെ കുറിച്ച് 2 ഭാഗങ്ങളായിട്ട് ആ വീഡിയോയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല അറിവ് നൽകും. നമുക്കിപ്പോൾ അനിഴ നക്ഷത്രക്കാരുടെ പുതുവർഷം എങ്ങനെയുണ്ടാകും എന്ന് പരിശോധിക്കാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് 8ഉം 9ഉം ഭാവങ്ങളിലായിട്ടാണ് വ്യാഴം ഗോചരത്തിൽ സഞ്ചരിക്കുന്നത്. 4ൽ രാഹുവും 5ൽ ശനിയും വർഷം മുഴുവനുമുണ്ട്. കേതുവാകട്ടെ 10ാം ഭാവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള വർഷമാണ്. എന്നാൽ ദോഷാധിക്യമാണ് കൂടുതലായി പറയേണ്ടത്. അനായാസമായി നേരിടേണ്ടത് പ്രയാസത്തിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. കഠിന പ്രയത്നം ആവശ്യമാണ് എന്നർത്ഥം. കടം വാങ്ങിയൊക്കെ ബിസിനസ്സിൽ നിക്ഷേപിച്ച് കർമ്മമേഖലയിൽ പുരോഗതി കൊണ്ടുവരാൻ ശ്രമിക്കാതിരിക്കുക. അന്യനാട്ടിലൊക്കെ പഠനത്തിനും തൊഴിൽ കാര്യത്തിനുമായി പോകാനുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ സ്വപ്ന ലോകത്ത് ജീവിക്കാനുള്ള പ്രയത്നം ചെയ്തേക്കാം. വിശ്വസ്തരെന്ന് കരുതിയിരുന്ന സുഹൃത്തുക്കൾ ഉപജാപം നടത്തുന്നതിന് നേതൃത്വം നൽകാം. പ്രാധാന്യമുള്ള രേഖകൾ, പ്രമാണങ്ങൾ ഇവ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതലെടുക്കുക. വീട് നിർമ്മാണ ആവശ്യങ്ങൾക്കൊക്കെ പണം കണ്ടെത്താൻ അല്പം വിഷമം ഉണ്ടാകാം. വാഹനം ഉപയോഗിക്കുമ്പോൾ നല്ല ജാഗരൂകരായി കൈകാര്യം ചെയ്യുക. അർഹതയുള്ള വിവാഹബന്ധമൊക്കെ ലഭിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനായിട്ടുള്ള പരിശ്രമം നടത്തുക. അനുകൂല സമയം തന്നെയാണ്. പൊതുവെ സാമ്പത്തിക അച്ചടക്കം അനിഴ നക്ഷത്രക്കാർക്ക് അനിവാര്യമാണ്. വ്യാഴം 2ാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാവാധിപനായിട്ടുള്ള വ്യാഴത്തിന്റെ ദൃഷ്ടി സാമ്പത്തികമായിട്ട് അനുകൂല ഫലത്തെ നൽകും. അതേപോലെ തന്നെ ജീവിതത്തിൽ സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതിനും വ്യാഴത്തിന്റെ ദൃഷ്ടി സഹായകരമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് തൃക്കേട്ട നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.